നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. 4 വയസ്സുകാരി പുഴയിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ കേസിൽ അമ്മയ്ക്ക് മാനസിക പ്രശ്നങ്ങളിൽ നിന്നാണ് പോലീസ് വ്യക്തമാക്കി കഴിഞ്ഞത്. അമ്മയ്ക്ക് ആത്മവിശ്വാസക്കുറവുണ്ടെന്നാണ് പോലീസ് കണ്ടെത്തിയത്. മക്കളുടെ കാര്യം പോലും നോക്കാൻ പ്രാപ്തിക്കുറവും അമ്മയ്ക്കുണ്ടെന്നാണ് കണ്ടെത്തൽ. അമ്മ കുട്ടികളെ കൊലപ്പെടുത്താൻ നേരത്തെ ശ്രമിച്ചുവെന്ന ആരോപണം പോലീസ് തള്ളിയിട്ടുണ്ട്. കുട്ടിയെ പീഡിപ്പിക്കാൻ കൂട്ടുകുടുംബം പോലെ കഴിഞ്ഞ സാഹചര്യം പിതൃസഹോദരൻ മുതലെടുക്കുകയായിരുന്നു. ഈ വിഷയത്തിൽ പലവിധ ആരോപണങ്ങൾ ഉയർമ്പോൾ ഈ കുടുംബവുമായി അടുത്ത ബന്ധം സൂക്ഷിച്ചിരുന്ന അയൽവാസിയുടെ പ്രതികരണം പുറത്തുവന്നു. 3.5 വയസ്സുകാരിയുടെ അമ്മ പൊതുവെ അന്തർമുഖിയായിരുന്നു. ഒരു മുറിക്കുള്ളിൽ തന്നെ എപ്പോഴും ഒതുങ്ങിക്കൂടിയിരിക്കും. ആരുമായും സഹകരണമില്ല. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും പൊട്ടിത്തെറിക്കുന്ന സ്വഭാവം. 13 വർഷത്തിനിടെ ചിലപ്പോൾ ഒരു 5 തവണ മാത്രമായിരിക്കാം തങ്ങളോട് പോലും സംസാരിച്ചിരുന്നത് എന്നാണ് ഇവർ പറയുന്നത്. ഒരുപക്ഷെ ഈ പീഡന വിവരം ഇവർ തങ്ങളോടോ മറ്റാരോടെങ്കിലും പറഞ്ഞിരുന്നുവെങ്കിൽ ചിലപ്പോൾ അത് ഇവർ മനഃപൂർവ്വം ഉണ്ടാക്കി പറയുന്നതായിരിക്കാമെന്നായിരിക്കാം ഞങ്ങൾ ആ സമയത്ത് കരുതുന്നത്. അവർ പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. അത്തരമൊരു സ്വഭാവമായിരുന്നു ഇവരുടേതെന്നാണ് ഈ ഒരു അയൽവാസി പോലും പറയുന്നത്. ഈ യുവതിയുടെ മാനസിക നിലയും ഭർത്തൃവീട്ടിലെ പ്രശ്നങ്ങളുമൊക്കെ പോലീസ് പരിശോധിച്ചിരുന്നു. ഈ യുവതിയുടെ വീട്ടുകാരും ഭർത്താവും പറയുന്നത് ഇവർക്ക് മാനസിക പ്രശ്നങ്ങൾ ഇല്ലെന്നാണ്. എന്നാൽ ബന്ധുക്കളും അയൽക്കാരും ഒക്കെ പറയുന്നത് ഇവർ അമിത ദേഷ്യക്കാരിയായിരുന്നു എന്നാണ്. ഈ യുവതിയുടെ പെരുമാറ്റ വൈകല്യത്തിന് മാനസികാരോഗ്യ പരിശോധനയൊക്കെ നടത്തിയിരുന്നുവെന്നാണ് അമ്മ പ്രതികരിച്ചിരുന്നത്. 3.5 വയസ്സുകാരി വയറുവേദന ഉണ്ടായിരുന്നതായൊക്കെ വീട്ടിൽ പറഞ്ഞിരുന്നു. പക്ഷെ ഇതൊന്നും തന്നെ ആ വീട്ടുകാർ ഗൗരവത്തിൽ എടുത്തിരുന്നില്ലെന്ന് വേണം കരുതാൻ. പലപ്പോഴും കളിപ്പാട്ടവും മധുരവും ഒക്കെ നൽകിയാണ് ഈ പ്രതി ഈ കുട്ടികളെ കയ്യിലെടുത്തിരുന്നത്. കുഞ്ഞുമക്കൾക്ക് അറിയില്ല ബാഡ് ടച്ച് ആണോ ഗുഡ് ടച്ച് ആണോ എന്നുള്ളത്. അപ്പോൾ അവരെ യൂസ് ചെയ്യാനും എളുപ്പമാണ്. ഇവിടെ ആ ദ്രോഹി ചെയ്തതും അത് തന്നെയാണ്. ബാക്കി എല്ലാ സാഹചര്യവും അവിടെ ഉണ്ടായിരുന്നു. ആ ദ്രോഹിക്ക് പിന്നെ വലിയ സ്ത്രീകളുമായി മാന്യമായി പെരുമാറുമ്പോൾ ഇയാളെ ഒരിക്കലും ആരും സംശയിക്കുകയുമില്ല. കുട്ടികളെ സുരക്ഷയെക്കുറിച്ചുള്ള ആശങ്കകൾ പരമപ്രധാനമായി ഇന്നത്തെ ലോകത്ത് നല്ല സ്പർശനത്തെക്കുറിച്ചും ചീത്ത സ്പർശനത്തെക്കുറിച്ചും മാതാപിതാക്കൾ കുട്ടികളെ പഠിപ്പിക്കേണ്ടത് നിർണായകമാണ്. നല്ലതും ചീത്തതുമായ സ്പർശനം പോലുള്ള ആശയങ്ങൾ നിങ്ങളുടെ കൊച്ചുകുട്ടികൾക്ക് മനസ്സിലാക്കാൻ കഴിയുമോ എന്ന ആശങ്ക സ്വാഭാവികമാണ്. എന്നാൽ നിങ്ങൾക്ക് അവരെ വളരെ എളുപ്പത്തിൽ തന്നെ പഠിപ്പിക്കാൻ കഴിയും. കുട്ടികൾ മുതിർന്നവരെ വിശ്വസിക്കുകയും അപരിചിതരുമായി പെട്ടെന്ന് അടുക്കുകയും ചെയ്യാം. അതിനാൽ സ്വയം എങ്ങനെയാണ് സംരക്ഷിക്കേണ്ടതെന്ന് അവരെ പഠിപ്പിക്കേണ്ടത് പ്രധാനമാണ്. ഇത് കഠിനമായ സാഹചര്യങ്ങളെ ആരോഗ്യകരമായ രീതിയിൽ കൈകാര്യം ചെയ്യാൻ അവരെ സഹായിക്കുകയും അവരുടെ വ്യക്തിത്വത്തെയും ക്ഷേമത്തെയും ബാധിക്കില്ലെന്ന് ഉറപ്പാക്കുകയും ചെയ്യുന്നു. ഈ അറിവ് ഉപയോഗിച്ച് അവരെ ശക്തരാക്കുന്നതിലൂടെ അപകട സാധ്യതകൾ തിരിച്ചറിയുന്നതിനും സ്വയം പരിരക്ഷിക്കുന്നതിന് അവരെ സജ്ജരാക്കാനും കഴിയും. നിങ്ങളുടെ കുട്ടിയുമായി ഈ സെൻസിറ്റീവ് വിഷയത്തെ എങ്ങനെ സമീപിക്കാമെന്നതിനെ കുറിച്ചുള്ള ഒരു സമഗ്രമായ ഒരു ഗൈഡാണ് ഇനി പറയുന്നത്. ശരീരഭാഗങ്ങൾ ആദ്യം മനസ്സിലാക്കുക. സ്വകാര്യ ഭാഗങ്ങൾ ഉൾപ്പെടെ, അതായത് ആ പ്രായത്തിൽ അനുയോജ്യമായ ഭാഷയും ഫ്ലാഷ് കാർഡുകളോ ചിത്രങ്ങളോ ഒക്കെ ഉപയോഗിച്ച് വിഷ്വലുകളൊക്കെ ഉപയോഗിച്ച് ആ കുട്ടികളെ തീർച്ചയായിട്ടും ഇത് മനസ്സിലാക്കാൻ ശ്രമിക്കുക. വിവിധ ശരീരഭാഗങ്ങളെക്കുറിച്ച് നിങ്ങളുടെ കുട്ടിയെ പഠിപ്പിച്ചുകൊണ്ട് ആരംഭിക്കുക. അവരുടെ സ്വകാര്യ ഭാഗങ്ങളുടെ ശരിയായ പേരുകൾ അവർക്ക് അറിയാമെന്ന് ഉറപ്പാക്കണം. ഇത് അവർക്ക് വ്യക്തമായി കാര്യങ്ങൾ മാതാപിതാക്കളെ അറിയിക്കാൻ സഹായിക്കുന്നതിന് തീർച്ചയായിട്ടും ഉതകും. അനുവാദമില്ലാതെ ശരീരത്തിൽ തൊടാൻ അനുവദിക്കരുതെന്ന് ആദ്യമേ പഠിപ്പിക്കുക. കുട്ടിയെ ആർക്കൊക്കെ എങ്ങനെ സ്പർശിക്കാമെന്ന് തീരുമാനിക്കാനുള്ള അവകാശം സ്വന്തമായി ഉണ്ട് എന്നുവരെ പറഞ്ഞു മനസ്സിലാക്കണം. ബന്ധുക്കളോ സുഹൃത്തുക്കളോ പോലും അനാവശ്യമായ സ്പർശനങ്ങൾ നടത്താൻ ശ്രമിച്ചാൽ വേണ്ട എന്ന് ധൈര്യമായി പറയാൻ അവരെ പഠിപ്പിക്കുക. നല്ല സ്പർശനവും ചീത്ത സ്പർശനവും തിരിച്ചറിയാൻ ആദ്യം സഹായിക്കുക. നിങ്ങളുടെ കുട്ടിയെ 3 തരം സ്പർശനങ്ങളെക്കുറിച്ചാണ് ആദ്യം പഠിപ്പിക്കേണ്ടത്. സുരക്ഷിതം, സുരക്ഷിതമല്ലാത്തത്, ആവശ്യമില്ലാത്തത് എന്നിങ്ങനെയാണ്. സൗമ്യമായ ആലിംഗനങ്ങളോ തോളിൽ തട്ടുന്നതോ പോലെ സുരക്ഷിതമായ സ്പർശനങ്ങൾ സാന്ത്വനവും സ്നേഹവും പ്രകടമാക്കുന്നതാണ്. സുരക്ഷിതമല്ലാത്ത സ്പർശനങ്ങൾ തല്ലുക, തള്ളുക, ശാരീരികമായി മുറിവേൽപ്പിക്കുക എന്നിവ ഉണ്ടായാൽ മാതാപിതാക്കളെയോ വിശ്വസ്തരായ മുതിർന്ന വ്യക്തികളെ വേഗം അറിയിക്കാൻ പഠിപ്പിക്കണം. അനാവശ്യമായ സ്പർശനങ്ങൾക്ക് അവർക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്നതാണ്. അതിനോട് കുട്ടികൾക്ക് വേണ്ട എന്ന് ഉറപ്പിച്ച് പറയാൻ പഠിപ്പിക്കുക. ശരീര സുരക്ഷാ നിയമങ്ങൾ കൂടി പഠിപ്പിക്കണം. ഇനി പറയുന്നവ ഉൾപ്പെടെ ശരീര സുരക്ഷ സംബന്ധിച്ച് നിങ്ങളുടെ കുട്ടിയുമായി വ്യക്തമായ നിയമങ്ങൾ സ്ഥാപിക്കുക. സ്വന്തം ശരീരഭാഗങ്ങളെ മോശമായി സ്പർശിക്കാൻ ആരെയും അനുവദിക്കാൻ പാടില്ല. മറ്റൊരാളുടെ സ്വകാര്യ ശരീരഭാഗങ്ങളിൽ തൊടാൻ നിർബന്ധിച്ചാൽ ഒഴിഞ്ഞു മാറുകയും വേണം. മാതാപിതാക്കളോ വിശ്വസ്തനായ ഒരു ഡോക്ടറുള്ള മെഡിക്കൽ സാഹചര്യങ്ങളോ അല്ലാതെ വസ്ത്രം അഴിക്കുകയോ മറ്റുള്ളവരെ വസ്ത്രം അഴിക്കാൻ അനുവദിക്കുകയോ ചെയ്യരുത്. അനാവശ്യമായ സ്പർശനത്തോടുള്ള പ്രതികരണം. ആരെങ്കിലും അനാവശ്യമായി സ്പർശിച്ചാൽ നിങ്ങളുടെ കുട്ടിയെ പഠിപ്പിക്കുക. ഇല്ല എന്ന് ഉറപ്പിച്ചു പറയാൻ. പെട്ടെന്ന് തന്നെ ആ വ്യക്തിയുടെ അടുത്ത് നിന്ന് ഓടിപ്പോവുക. വിശ്വസ്തനായ ഒരു മുതിർന്നയാളിൽ നിന്ന് സഹായം തേടുക. സുരക്ഷിതമല്ലാത്ത സ്പർശനങ്ങളെക്കുറിച്ച് ഒരിക്കലും രഹസ്യങ്ങൾ സൂക്ഷിക്കരുത്. മാതാപിതാക്കൾ കുട്ടികൾക്കൊപ്പം ഉണ്ടെന്ന വിശ്വാസം വളർത്തിയെടുക്കുക. തുറന്ന ആശയവിനിമയം നിലനിർത്തണം. അവർക്ക് എപ്പോൾ വേണമെങ്കിലും എന്ത് ആശങ്കകളും ചോദ്യങ്ങളുമായി നിങ്ങളുടെ അടുത്ത് വരാൻ കഴിയുമെന്ന വിശ്വാസം അവരിൽ ഉണ്ടാക്കണം. ഈ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കുന്നതിലൂടെയും വിശ്വാസത്തിന്റെയും ആശയവിനിമയത്തിന്റെയും അന്തരീക്ഷം വളർത്തിയെടുക്കുവാൻ കഴിയും.
അപകട സാധ്യതകളിൽ നിന്ന് സ്വയം പരിരക്ഷിക്കുന്നത് എങ്ങനെയെന്ന് കുട്ടികൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. നിങ്ങളുടെ കുട്ടിയുടെ സുരക്ഷയും ക്ഷേമവും ഉറപ്പാക്കുന്നതിൽ രക്ഷിതാവ് എന്ന നിലയിൽ നിങ്ങളുടെ പങ്ക് നിർണായകമാണെന്ന് ഓർക്കുക. ഇതിനിടെ കുട്ടിയുടെ അമ്മയുടെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കും. മൂഴിക്കുളം പാലത്തിൽ അമ്മയെ എത്തിച്ച് കഴിഞ്ഞ ദിവസം തെളിവെടുപ്പ് നടത്തിയിരുന്നു. കുട്ടിയെ വകവരുത്തിയത് എങ്ങനെയെന്ന് വിശദമായി പോലീസ് ചോദിച്ചറിഞ്ഞു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലായിരുന്നു കുട്ടി ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ടു എന്ന വിവരം പുറത്തുവന്നത്. ജനരോക്ഷം കണക്കിലെടുത്ത കനത്ത സുരക്ഷയിലാവും പോക്സോ കേസിൽ പ്രതി ചേർത്ത പിതൃ സഹോദരനെ തെളിവെടുപ്പിനായി കുട്ടിയെ പീഡിപ്പിച്ച സ്ഥലങ്ങളിലൊക്കെ എത്തിക്കുക. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.